ഞാൻ ഹോമിയോ ഡോക്ടർ ദാസ്. സുഹൃത്തുക്കളെ, ഇന്ന് സ്ത്രീകളിലുണ്ടാകുന്ന ലൂക്കോറിയ അഥവാ വെള്ളപ്പൊക്ക് എന്ന രോഗത്തിനുള്ള ഹോമിയോ മരുന്നുകളെക്കുറിച്ച് സംസാരിക്കാം. എല്ലാ സ്ത്രീകളിലും ഒരുപോലെ ആയിരിക്കുകയില്ല ഈ ഡിസ്ചാർജ്. ചില സ്ത്രീകളിൽ അത് കറുപ്പ് നിറത്തിലായിരിക്കാം, ചിലർക്ക് രക്തം കലർന്ന നിറത്തിലായിരിക്കാം, ചിലർക്കായിട്ട് ഈ ഡിസ്ചാർജ് ബ്രൗൺ നിറത്തിലായിരിക്കാം, മറ്റു ചിലർക്ക് പച്ച നിറത്തിലായിരിക്കാം, ചിലർക്കായിട്ട് അത് മിൽക്കി വൈറ്റ് നിറത്തിലായിരിക്കാം, ചിലർക്ക് മഞ്ഞ നിറത്തിലും അത് ഉടുപ്പുമേൽ കറ പിടിക്കുന്ന തരത്തിലും ആയിരിക്കാം, ചിലർക്കായിട്ട് അത് മ്യൂക്കസ് പോലെയും ഉണ്ടാകാം, ചിലർക്ക് ചൊറിച്ചിലോടുകൂടിയും മറ്റു ചിലർക്ക് പുകച്ചിലോടുകൂടിയും ചിലപ്പോൾ വേദനയോടുകൂടിയും ഈ ഡിസ്ചാർജ് അനുഭവപ്പെടാം. ഇനി ഇതിനുള്ള ഹോമിയോ മരുന്നുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം. കറുപ്പ് നിറത്തിലാണ് ഈ ഡിസ്ചാർജ് ഉണ്ടാകുന്നതെങ്കിൽ അതിനുള്ള ഹോമിയോ മരുന്നുകളാണ് ചൈനയും തലാപ്സിയും. രക്തം കലർന്നുള്ള ഡിസ്ചാർജാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനുള്ള മരുന്നാണ് ക്രിയോസോട്ടും മെക്സോളും. ബ്രൗണിഷ് നിറത്തിലാണ് ഡിസ്ചാർജ് ഉണ്ടാകുന്നതെങ്കിൽ അതിനുള്ള ഹോമിയോ മരുന്നാണ് ലില്ലിയൻ ടിക്കും സീക്കെയിൽ കോറും. പച്ച നിറത്തിലാണ് ഈ ഡിസ്ചാർജ് ഉണ്ടാകുന്നതെങ്കിൽ അതിനുള്ള ഹോമിയോ മരുന്നാണ് ബോബെസ്റ്റയും കാലിസൾഫും. മിൽക്കി വൈറ്റ് നിറത്തിലാണ് ഈ ഡിസ്ചാർജ് ഉണ്ടാകുന്നതെങ്കിൽ അതിന് ബോറാക്സും കാലിമൂറുമാണ് നിർദ്ദേശിക്കാറുള്ളത്. മഞ്ഞ നിറത്തിലും ഉടുപ്പുമേൽ കറ പിടിക്കുന്ന വിധത്തിലുമുള്ള ഡിസ്ചാർജാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിന് നിർദ്ദേശിക്കാറുള്ളത് ഹൈഡ്രാസ്റ്റിസും ആഗ്നസുമാണ് ഹോമിയോ മരുന്നുകൾ. ഇത് മ്യൂക്കസ് പോലെയാണ് പോകുന്നതെങ്കിൽ അതിനുള്ള ഹോമിയോ മരുന്നാണ് അലൂമിനയും അംബ്രാഗ്രീസിയയും. പുകച്ചിലോടുകൂടിയാണ് ഈ ഡിസ്ചാർജ് ഉണ്ടാകുന്നതെങ്കിൽ അതിന് ബോറാക്സും കൽക്കേരിയ കാർബുമാണ്. ചൊറിച്ചിലോടുകൂടിയാണ് പോകുന്നതെങ്കിൽ അതിനുള്ള മരുന്നാണ് അംബ്രാഗ്രീസിയയും ക്രിയോസോട്ടും. വേദനയോടുകൂടിയാണ് ഈ ഡിസ്ചാർജ് ഉണ്ടാകുന്നതെങ്കിൽ അതിനുള്ള ഹോമിയോ മരുന്നാണ് സൾഫറും സിലീഷ്യയും. ഇങ്ങനെ ഓരോ ലക്ഷണങ്ങൾക്കും ഓരോ നിറത്തിനും ഹോമിയോ മരുന്നുകൾ വിവിധ തരത്തിലുള്ള ഹോമിയോ മരുന്നുകളാണ് നിർദ്ദേശിക്കാറുള്ളത്. ഒരു ഹോമിയോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ ഈ വെള്ളപ്പൊക്ക് അഥവാ ലൂക്കോറിയ എന്ന രോഗം മാറ്റിയെടുക്കാവുന്നതാണ്.